കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. അബ്ദുൽ സലാം എന്ന പോലീസുകാരന് മാരകമായി പരിക്കേൽപ്പിച്ചു എന്ന ഒരു കേസിൽ മാത്രമാണ് 4 പ്രതികൾക്കെതിരെ, അതിലൊരു പ്രതിക്കെതിരെ മാത്രമാണ് കുറ്റം തെളിഞ്ഞത്. മറ്റ് 3 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം മാത്രമാണ് ആ സംഭവത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. അവരെ മാത്രമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിൽ 5 വർഷം മാത്രമാണ് പ്രതികൾക്ക് ശിക്ഷ നൽകിയിട്ടുള്ളത്. ഈ കോടതി ഇതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, പ്രതികളുടെ സാമൂഹ്യ പശ്ചാത്തലം ഏത് രീതിയിലാണ് വിധിന്യായത്തിൽ കണക്കിലെടുക്കുന്നത്? വിധിന്യായത്തിൽ പ്രതികളുടെ സാമൂഹ്യ പശ്ചാത്തലം കോടതി പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മുത്തങ്ങ സമരത്തിന് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അത് ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരമാണെന്ന രീതിയിലുള്ള പരാമർശങ്ങളും കോടതി വിധിയിലുണ്ട്. ഇനി വരാനിരിക്കുന്ന കേസുകളെ ഈ വിധി എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇനിയുള്ള കേസുകളിൽ എന്തൊക്കെയാണ് അതിലും ഇതിൻ്റെ ഒരു മുത്തങ്ങ സംഭവത്തോടനുബന്ധിച്ച് 16 വർഷത്തോളമാണ് കേസ് അന്വേഷണം നീണ്ടുവന്നത്. ആദ്യത്തെ 6 മാസം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് CBI ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഷെഡിനുള്ളിൽ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഒരേ സമയത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും 100 കണക്കിന് പോലീസുകാരുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും IPS ഉദ്യോഗസ്ഥൻ്റെയും മറ്റ് നിരവധി ആളുകളുടെയും മുന്നിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കേസിൽ CBIക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കും. 5 വർഷം മാത്രമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഇതിലുടൻ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതായിരിക്കും. നഷ്ടപരിഹാരം സർക്കാരാണ് നൽകേണ്ടതെന്നുള്ളതാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. DLS മുഖേന ഗവൺമെൻറ്റാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. അത് കൊല്ലപ്പെട്ട വിനോദിൻ്റെ ബന്ധുക്കൾക്ക് 7 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ പരിക്കേറ്റ പോലീസുകാരൻ ശ്രീ അബ്ദുൽ സലാമിന് 5 ലക്ഷം രൂപയും മറ്റ് പരിക്കേറ്റ ഫോറസ്റ്റർ ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ ഇതേ ഷെഡിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള ജോഗിയുടെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് കോടതി വിധിയിൽ ഒന്നും തന്നെയില്ല. അത് ഖേദകരമാണ്. എവിടെയും എത്തിയിട്ടുമില്ല. അത് CBI അന്വേഷിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കേസിൽ ആദ്യം ആദിവാസികൾക്ക് ലഭിച്ചിട്ടുള്ള ഉറപ്പ് ജോഗിയുടെ മരണം സംബന്ധിച്ചും പോലീസുകാർക്കെതിരെയുണ്ടായ അതിക്രമം സംബന്ധിച്ചും അന്വേഷണം CBI നടത്തുമെന്നുള്ളതായിരുന്നു. എന്നാൽ വളരെ ആശ്ചര്യകരമായി പ്രതികൾക്കെതിരെ ലോക്കൽ പോലീസ് ചാർജ് ചെയ്ത കേസാണ് CBI അന്വേഷിക്കുകയും അതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ടല്ലേ? സ്വാതന്ത്ര്യ സമരത്തോട് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചില പരാമർശമുണ്ടായി. അതെ, ചില സമരങ്ങളെ ചിലർ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കും, മറ്റു ചിലരെ തീവ്രവാദമായി കണക്കാക്കും എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. ഇത് മുത്തങ്ങ സമരം അനിവാര്യമായിരുന്ന ന്യായമായൊരു അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന രീതിയിൽ കോടതിയുടെ വ്യാഖ്യാനമായി കണക്കാക്കാവുന്നതാണ്. പിഴയടയ്ക്കാതിരിക്കാനുള്ള കാരണം സാമൂഹ്യ പശ്ചാത്തലം കൂടി പരിഗണിച്ചത്. തീർച്ചയായും പിഴയടയ്ക്കാനുള്ള സാമൂഹ്യ പശ്ചാത്തലം പരിഗണിച്ചാണ് പ്രതികളുടെ പിഴശിക്ഷ വളരെ ലഘൂകരിച്ചിട്ടുള്ളതും അടയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്.